ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. പർദ ബിരിയാണി എന്നും ബൺ ബിരിയാണി എന്നും ഒക്കെ അറിയപ്പെടുന്ന ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബണ്ണിന് വേണ്ടിയിട്ട് ഒരു ഡഫ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിൽ 1.5 ടീസ്പൂൺ ഈസ്റ്റും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഫെർമെൻറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 1.5 കപ്പ് മൈദയുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഡവിന് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന മാവിൻ്റെ പരുവാണ് ആവശ്യം. ഇനി ഇതിലേക്ക് ചൂടുപാൽ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നന്നായി കുഴച്ചെടുക്കണം. എന്നാലേ ഡവിന് അതിൻ്റെതായ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. ഇനി കുഴച്ച് വെച്ച മാവിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഞാൻ ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. ഇവിടെ ഞാൻ ബണ്ണിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. അതിനുവേണ്ടി ഞാൻ 5-6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും നല്ലൊരു കളറിനും ഫ്ലേവറിനുമായിട്ട് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തും വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചിക്കനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ പാനിലേക്ക് ചിക്കൻ വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ബിരിയാണിക്ക് ആവശ്യമായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും മസാലയൊക്കെ വഴറ്റിയെടുക്കുമ്പോഴും റിഫൈൻഡ് ഓയിൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. വെളിച്ചെണ്ണയൊക്കെ യൂസ് ചെയ്താൽ ബിരിയാണിയുടെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ചിക്കൻ്റെ ഒരു വശം അത്യാവശ്യം ഫ്രൈ ആയി വന്ന് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒത്തിരി ഇട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഷാലോ ഫ്രൈ ആണ് ആവശ്യം. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ മാറ്റി വെക്കാം. അടുത്തതായി ബൺ ബിരിയാണിക്ക് വേണ്ട റൈസ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 1.5 കപ്പ് ബസ്മതി റൈസ് 20 മിനിറ്റ് വരെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ചോറ് റെഡിയാക്കാനായി ഒരു ചൂടായ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറിനൊരു ഫ്ലേവറിനായിട്ട് കുറച്ച് സ്പൈസസും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു സവോളയുടെ ഹാഫും കൂടെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അത്യാവശ്യം വഴന്നു വരട്ടെ. ഇനി ഇതിലേക്ക് 1.5 കപ്പ് അരി വേകാനായിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഈ വെള്ളം മുഴുവൻ വറ്റിച്ചെടുക്കാനാണ് പോകുന്നത്. കുറച്ച് എമൗണ്ടിലൊക്കെയാണ് ബിരിയാണി വെക്കുന്നതെങ്കിൽ റൈസ് ഇതുപോലെ വറ്റിച്ചെടുക്കുമ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഹൈ ഫ്ലെയിമിലിട്ട് അരി നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം.
അപ്പോൾ നമ്മുടെ ചോറ് വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ നെയ്യിൽ വറുത്തെടുത്ത സവോളയും കിസ്മിസും കാഷ്യൂസും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ സവോള 2 ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പരുവത്തിൽ എത്തിക്കഴിയുമ്പോൾ നീളത്തിൽ കനം കുറച്ചരിഞ്ഞ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ തക്കാളിയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഉടച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ഇടുമ്പോൾ സാധാരണമായി ലോ ഫ്ലെയിമിലിട്ട് വേണം ഇടാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പൊടിയുടെ പച്ചമണം മാറുമ്പോഴേക്കും എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് വറുത്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കനും മസാലയൊക്കെ ഒന്ന് യോജിക്കും വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഗ്രേവിക്ക് ആവശ്യമായ 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രേവി ഒത്തിരി ഡ്രൈ ആയി പോകാതിരിക്കാനാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം റെഡിയാക്കിയെടുക്കാൻ. ഇനി ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല റെഡിയായി കിട്ടും. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഡവ് നേരത്തെ വെച്ചതിലും നല്ല ഫ്ലഫി ആയിട്ട് ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്കിനി ഈ മാവിനെ ചപ്പാത്തി പരത്തുന്ന പോലെ കനം കുറച്ച് സ്മൂത്തായിട്ട് പരത്തിയെടുക്കണം. ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് ആദ്യം കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം വേണം റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാൻ. അപ്പോൾ അത്യാവശ്യം ഈ വലിപ്പത്തിൽ ഞാൻ കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യാൻ വേണ്ടി ഇതുപോലെ കുഴിവുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ റെഡിയാക്കി വെച്ച ഡവിലേക്ക് വേണം നമ്മൾ ചിക്കൻ ബിരിയാണി സെറ്റ് ചെയ്യാൻ.
ആദ്യം നമുക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. ശേഷം ഞാൻ നേരത്തെ 2 മുട്ട പുഴുങ്ങി വെച്ചായിരുന്നു, അതും കൂടെ ആഡ് ചെയ്യാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ ഇതുപോലെ ഈവൻ ആക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റഫ് ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ ഫില്ല് ചെയ്ത റൈസൊന്നും പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി കൈ ഉപയോഗിച്ച് പതിയെ ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബൺ ബിരിയാണി കുക്ക് ചെയ്യാൻ റെഡിയാണ്. ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വെക്കാം. അപ്പോൾ നമ്മുടെ ഡവ് പാത്രത്തിൽ നിന്ന് അത്യാവശ്യം ഇളകി വരും. ഒന്ന് പാത്രം ഷേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. പിന്നെ 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഒരു പാൻ ഉപയോഗിച്ച് ഇതുപോലൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ബോട്ടവും കൂടെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി വീണ്ടും നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഇടാം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബൺ ബിരിയാണി റെഡിയായി കിട്ടും. അപ്പോൾ നമ്മുടെ ബൺ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. സാധാരണ നമ്മൾ പാത്രത്തിലൊക്കെയല്ലേ ദം ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് റൊട്ടിക്കകത്ത് ദം ചെയ്ത് എല്ലാവരും ഈ പർദ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. ഓവൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമ്മൾ പാനിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഈ വെറൈറ്റി ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യുക. ഇനി ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.